ശ്രീ കെ റഫീഖ്, അങ്ങ് വയനാട്ടുകാരുടെ അവസ്ഥ അങ്ങേ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങേക്ക് അവിടെ യുവജന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട നാട്ടുകാരുടെ പ്രശ്നങ്ങൾ നിരന്തരം കാണുന്ന ഒന്നാണ്. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് പറയുന്നതോ അറിയുന്നതോ ആയ കാര്യങ്ങളെല്ലാം അങ്ങേക്ക് വളരെ കൃത്യമായി അറിയാവുന്നതാണ്. ഇതിലൊരു അവിശ്വാസത്തിന്റെ പ്രശ്നം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നേരത്തെ മന്ത്രി തന്നെ നമ്മളോട് പറയുകയാണ്. ആ വിശ്വാസം പരിഹരിക്കേണ്ടത് ആരാണ് ശ്രീ കെ റഫീഖ്? അല്ല, തീർച്ചയായും ഈ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നം വളരെ ഗൗരവമുള്ളതാണ്. അത് പരിഹരിക്കേണ്ടപ്പെടേണ്ടത് തന്നെയാണ്. അത് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ആ ഉത്തരവാദിത്തം ആരൊക്കെ നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, വനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വനം എന്ന് പറയുന്നതെല്ലാം കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതാണ്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അതിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയുക. ഇപ്പോൾ വന്യജീവി സംരക്ഷണ നിയമം 1972 വന്യജീവി സംരക്ഷണ നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. ആ നിയമത്തെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ ഏത് സർക്കാരുകൾക്കും പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുള്ളൂ. സംസ്ഥാന സർക്കാർ അതിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട്, ആ നിയമത്തിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് സാധ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് ആ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്താണ്ട് ഒരു അരമണിക്കൂർ പിന്നിടുകയാണ്. നമ്മളോടൊപ്പം മുൻ MLA ശ്രീ PV അൻവർ ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ് ജോണി കെ ജോർജ് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന വനനിയമത്തിൽ തന്നെ അതിന്റെ 11ാം സെക്ഷനിൽ പറയുന്ന കാര്യം, മനുഷ്യജീവന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ ഇല്ലാതെയാക്കാം, വെടിവെച്ച് കൊല്ലാമെന്ന് ആ നിയമവും നിഷ്കർഷിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ശ്രീ PV അൻവർ നേരത്തെ പറയുകയായിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആന ചവിട്ടി മരിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ മനുഷ്യർ, വെടിവെച്ച് കൊല്ലാം, ഈ പറയുന്ന കടുവയെ വെടിവെച്ച് കൊല്ലാം. അപ്പോൾ അതിനൊന്നും നമ്മൾ മെനക്കെടുന്നില്ലല്ലോ. അപ്പോഴും നമ്മൾ ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊടുക്കുന്ന ചില നിയമങ്ങളും അതിന്റെ വ്യാഖ്യാനവും കൊണ്ട് നിൽക്കുകയല്ലെന്ന്. ഇപ്പം ആനയെ വെടിവെച്ച് കൊല്ലണം, കടുവയെ വെടിവെച്ച് കൊല്ലണം എന്ന് മാതൃഭൂമി ന്യൂസ് പറഞ്ഞു എന്ന് പറഞ്ഞ് നാളെ മൃഗസ്നേഹികളുടെ വലിയ മാർച്ചും ധർണയും ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല. മാതൃഭൂമി ന്യൂസ് പറയുകയല്ല, ഈ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ പല മേഖലയിലുള്ള ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറഞ്ഞ ആവശ്യം, ആ വാദം മുന്നോട്ട് വെക്കുകയാണ്. ശ്രീ കെ റഫീഖ്. അല്ല, ഞാനതും പറഞ്ഞോട്ടെ. അതായത് ഇവിടെ ഇപ്പം ഈ ഇങ്ങനെ വെടിവെച്ച് കൊല്ലുന്നതിൽ തന്നെ വളരെ കൃത്യമായുള്ള മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. അതിൽ നമ്മൾ വെറുതെ വാദത്തിന് വേണ്ടിയോ വൈകാരികമായ വിഷയത്തെ പറഞ്ഞാൽ വൈകാരികം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. വയനാട്ടുകാരൻ എന്ന നിലയിൽ ഇതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ആൾ തന്നെയാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾക്ക് ജനങ്ങളുടെ വികാരത്തെ വളരെ കൃത്യമായി അറിയുകയും ചെയ്യാം. ഞാൻ പക്ഷേ പറയട്ടെ, ഇതിൽ ഈ നിയമത്തിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട് എങ്ങനെ വെടിവെച്ച് കൊല്ലാൻ പറ്റും. ഇത് നരഭോജി എന്ന് കണക്കാക്കുന്ന രൂപത്തിലേക്ക് ചില മാനദണ്ഡങ്ങൾ പറയുന്നു. ആ മാനദണ്ഡം ഉണ്ടാകുമ്പോൾ മാത്രമേ വെടിവെച്ച് കൊല്ലാൻ സാധിക്കൂ. ആ നരഭോജിയായി ഞാൻ പറയട്ടെ താങ്കൾ പറയല്ലേ, താങ്കൾ പറയുന്നത് മാത്രം ആണ് ശരിയെന്ന് കരുതല്ലേ. ഞങ്ങളെല്ലാം ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. താങ്കൾ പറയുമ്പോൾ മറ്റാരും സംസാരിച്ചിട്ടില്ലല്ലോ. ഇവിടെ ഞാൻ സൂചിപ്പിച്ചത്, ഇപ്പോൾ തന്നെ ഈ സംഭവത്തിൽ നരഭോജി എന്നായി കണക്കാക്കുന്നതിൻ്റെ ഭാഗമായി കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള തീരുമാനിപ്പായല്ലോ. അതുപോലെ നരഭോജിയായി കണക്കാക്കുന്ന ഘട്ടത്തിൽ മാത്രമേ ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറ്റുള്ളൂ. ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, ഞങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്ന അഭിപ്രായം 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ മാറ്റം വരുത്തണമെന്നാണ്. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല? നിയമസഭ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം എല്ലാവരും ഒറ്റക്കെട്ടായി ചേർന്നുകൊണ്ട് അവിടെ പ്രമേയം പാസ്സാക്കി കേന്ദ്രത്തിൽ സമർപ്പിച്ചു. എന്നാൽ ആ കാര്യത്തിലൊരു തീരുമാനം ഇതുവരെ ഉണ്ടാകുന്നില്ല. തീരുമാനം നേടിയെടുക്കേണ്ടത് MP ആണ്. വയനാടിൻ്റെ MP എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. വയനാടിൻ്റെ MP എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ഒരാളല്ല. കേന്ദ്ര ഗവൺമെൻറ് ഇടപെടാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട നേതൃത്വത്തിൽപ്പെട്ട ആളാണ്. പക്ഷേ കഴിഞ്ഞ 5 വർഷം രാഹുൽ ഗാന്ധി MP ആയിരുന്നു. ആ വർഷം ആ നിലയിൽ ഇടപെടൽ പാർലമെൻറ്റിൽ പോലും ഒരു തവണ പോലും ഈ കാര്യം ഉന്നയിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയാണുള്ളത്. അവരുടെയും ഇതുവരെയുള്ള അനുഭവത്തിലുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ആ നിലയിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പാർലമെൻറ്റിൽ ഇത് ഉന്നയിച്ചുകൊണ്ട് ഈ നിയമ ഭേദഗതി കൊണ്ടുവരാൻ വേണ്ടി വയനാട്ടിൽ MPക്ക് സാധിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് ആ നിലപാട് സ്വീകരിക്കുന്നില്ല. പിന്നെ ഇതിന് ആവശ്യമായ സംസ്ഥാന സർക്കാരിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള ചില പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചു. 620 കോടി രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ച് കേന്ദ്രത്തിൽ സമർപ്പിച്ചു. എന്നാൽ ആ പദ്ധതിക്ക് പോലും അംഗീകാരം നൽകാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ട്. എന്നാൽ സംസ്ഥാന ഗവൺമെൻറ് സാധ്യമാകുന്ന ഇടപെടലുകൾ ഫെൻസിംഗ് ആയും മറ്റു കാര്യങ്ങളുമായി കാര്യത്തിൽ ചെയ്യുന്നുണ്ട്. പിന്നെ വെടിവെച്ച് കൊല്ലുക എന്നത് തന്നെ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വലിയ രൂപത്തിലുള്ള വർധന വരുമ്പോൾ അതിന് നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് ഇതിൻ്റെ ശാശ്വതമായ പരിഹാരം. അല്ലാത്ത പരിഹാരം നമ്മുടെ മുമ്പിലില്ല. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ എണ്ണം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ എണ്ണം വർദ്ധിക്കുന്നത് നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്.
അതിന് നിയമം നമ്മളെ തടസ്സം നിൽക്കുകയാണ്. 72 നിയമപ്രകാരം ഇവിടെ പറഞ്ഞതുപോലെയല്ല. ഈ നിയമപ്രകാരം അത് കൃത്യമായ മാനദണ്ഡം, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ചുള്ള മാനദണ്ഡങ്ങളുണ്ട്. അതുകൊണ്ട് നിയമത്തിൽ പറയുന്ന ചില ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, നമുക്ക് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് സാധ്യമാകാത്ത ഒരു കാര്യമുണ്ട്, അത് മനുഷ്യന് നഷ്ടപ്പെടുത്ത ജീവൻ തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത ാണ് എന്നുള്ളതാണ്. ഇപ്പോൾ വൈകാരികമെന്നോ മറ്റുള്ളതൊക്കെ വിളിക്കാം, പക്ഷേ കരച്ചിൽ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും എനിക്കും അങ്ങേക്കും ബുദ്ധിമുട്ടുള്ള ഒന്നാണല്ലോ. ഇന്ന് നേരം വെളുത്തപ്പോൾ മുതൽ നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത് ഈ നിലവിളിയാണ്, മനുഷ്യന്റെ കണ്ണീരാണ്, അവന്റെ ജീവന്റെ അവസ്ഥയാണ്. ആ സമയത്താണ് നമുക്ക് ഈ കടിച്ചാൽ പൊട്ടാത്ത നിയമങ്ങൾ ഉള്ളത്. അത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ശ്രീമതി മാധു പറഞ്ഞ അതേ അഭിപ്രായം എനിക്കുള്ളത്. മനുഷ്യന്റെ വികാരം എന്ന് പറയുന്നത്, മനുഷ്യന്റെ പ്രയാസം എന്ന് പറയുന്നത് ചെറുതല്ല. വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്ന ഒരു മനുഷ്യനായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ്. യാതൊരു സംശയവുമില്ല. വയനാട്ടിലെ ഒരുപാട് ജനങ്ങൾ ഇതിൻ്റെ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു. ഈ ജീവന് ഭീഷണി, സ്വത്തിന് ഭീഷണി, കൃഷിയിടത്തിന് ഭീഷണി, ഇതെല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തൊരു നിയമം നിലനിൽക്കുകയാണ്. ഞങ്ങൾ ഉണ്ടാക്കിയ നിയമമല്ല, കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ നിയമമാണ്. ഇപ്പോൾ BJP ഭരിക്കുമ്പോഴും അതേ നിയമം ആ നിലയിൽ ഫോളോ ചെയ്യുന്നു. ഈ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട്, പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ടാണ് കേരളത്തിന്റെ നിയമസഭ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി ചേർന്നുകൊണ്ട് പ്രമേയം പാസാക്കിയത്. പക്ഷെ ആ നിയമത്തിൽ മാറ്റം വരുത്താതെ എന്താണ് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുക? ആ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള നടപടിക്രമങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിവിടെ സമയമുണ്ടെങ്കിൽ വിശദീകരിക്കാൻ എനിക്ക് മടിയില്ല. കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്ന ഈ നിയമത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇത് പരിഹരിക്കാൻ ആവശ്യമായ സാധ്യമാവുന്ന ഇടപെടൽ നടത്തിയതിന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് എനിക്ക് പറയാൻ വേണ്ടി കഴിയും. ആരോപിക്കാനുള്ള സമയവും ഇതല്ല, സന്ദർഭവും ഇതല്ല, അത്തരം ആരോപണങ്ങളൊന്നും നമുക്ക് മുന്നോട്ട് വെക്കാനും കഴിയില്ല. പക്ഷേ ഇതിന്റെ ബേസിക് പ്രശ്നം ശ്രീ റഫീഖിന് മനസ്സിലാവുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. കേന്ദ്രം എന്ത് പറയുന്നു, കേരളം എന്ത് പറയുന്നു എന്നുള്ളതല്ല വയനാട്ടുകാരുടെ അടിസ്ഥാനമായ പ്രശ്നം, അവന്റെ ജീവനും സ്വത്തുമാണ് എന്നുള്ളത് അങ്ങേക്ക് മനസ്സിലാവുന്നുണ്ട്. അത് നിരന്തരം അങ്ങോട്ട് ഉന്നയിക്കുകയല്ല, ഞാൻ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം പറഞ്ഞു പോവുകയുമാണ്.